ഹലോ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയായപ്പം എനിക്ക് നല്ല വിശക്കുന്നത് എന്താ വെച്ചാൽ ചോറുണ്ണാൻ തോന്നില്ല. കാരണം രാവിലെ ദോശയാണ് കഴിച്ചത്. അപ്പോൾ അരിഭക്ഷണം തന്നെ ഇനി ഉച്ചയ്ക്കും കഴിക്കാനൊരു മടി. പിന്നെ ഉള്ളത് എന്താ, ചാമ കൊണ്ട് എപ്പോഴും കഞ്ഞി വെക്കും. പിന്നെ ഗോതമ്പ് അല്ലെങ്കിൽ ഓട്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പഴയ രുചി എനിക്ക് എൻ്റെ വായിലേക്ക് വന്നിട്ടോ. ഇവിടുത്തെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് കേട്ടോ. ഏകാദശിക്കൊക്കെ അമ്മ ഉണ്ടാക്കും. അപ്പം എനിക്ക് തോന്നി ഇന്ന് അതന്നെ ഉണ്ടാക്കി കഴിച്ചാലോ എന്ന്. അപ്പോൾ അതെന്താന്ന് കാണിച്ചു തരാം. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് കൂവപ്പൊടി കേട്ടോ. അപ്പോൾ ഈ കൂവപ്പൊടി വളരെ ഔഷധ ഗുണമുള്ള കാര്യമാണ്, സാധനമാണെന്ന് എല്ലാവർക്കും അറിയാലോ. കാരണം നമുക്ക് യൂറിനൽ പ്രോബ്ലം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഛർദി എന്തുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഈ കൂവ കൊണ്ട് വെള്ളം വെച്ചിട്ട് കുടിക്കുകയല്ലേ ചെയ്യുക. ഞാനങ്ങനെയാണ് കേട്ടോ. അപ്പം ഈ കൂവ എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ തന്നതാണ്. അപ്പം ഇതിൽ കുറച്ചിരിക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇതുകൊണ്ട് ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം. എല്ലാവരും ഇതുകൊണ്ട് കൂവ പായസം ഉണ്ടാക്കും, കൂവ ശർക്കരയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വിരകുക പറയും. അങ്ങനെയൊന്നല്ല കേട്ടോ ഇത്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കലുണ്ടോ നോക്കൂ. ഉണ്ടാക്കലുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ എന്നാലും ഉണ്ടാക്കി തുടങ്ങട്ടെ. അപ്പം നമുക്ക് കൂവപ്പൊടി എടുക്കാം. ഇപ്പം എനിക്ക് മാത്രമല്ലേ വേണ്ട. അപ്പം ഞാനൊരു 2 സ്പൂണ്, 2 സ്പൂൺ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. എടുത്തിട്ട് നമുക്കൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. കാരണം അരിച്ചെടുക്കുന്നത് എന്തിനാ വെച്ചാൽ എന്തെങ്കിലും കരട് ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. ഇതിപ്പോൾ ഞാൻ കൂവ ഒന്ന് വെള്ളത്തിലൊക്കെ കലക്കി വെച്ചതാണ് കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ആക്കാം കേട്ടോ, കാരണം കൂവ വേവണമല്ലോ. പിന്നെ ഉഴുന്ന്, കടുക്, വറ്റൽമുളക്, കരുവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, തേങ്ങയൊക്കെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. ഉപ്പിടുമ്പോൾ മാത്രം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം ഉപ്പ് അധികമായി പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പം നമുക്ക് ഉണ്ടാക്കാം അല്ലേ. ഇതിനെന്താ പേരിടാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കൂവമാവ് എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. എനിക്കത് ഒന്ന് കഴിക്കണം തോന്നിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് ഗ്യാസ് കത്തിക്കാം. ചീനച്ചട്ടിയിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ കഴുകി ഉണക്കി വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, അധികമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. നമ്മൾ മധുരം ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലോണം നെയ്യല്ലേ ചേർക്കുക. നെയ്യ്, പഴം, തേങ്ങ, ശർക്കര ഒക്കെ ചേർക്കും. ഇവിടെ പകരം കുറച്ച് വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഈ ഏകാദശിക്ക് ഞങ്ങൾ ഉഴുന്നെടുക്കില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഉഴുന്ന് ആഡ് ചെയ്തതാണേ. ഇതിലേക്ക് ഉഴുന്നും കടുകും കൂടെ ഇട്ടു കേട്ടോ. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുകും ഉഴുന്നും എല്ലാം പൊട്ടി വന്നു കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇത് ചേർക്കാണേ. കലക്കി വെച്ച കൂവ ചേർക്കാണ് കേട്ടോ. നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണേ. കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് അധികം ആവരുത്, നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. ഉപ്പ് അധികമായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറഞ്ഞാലും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കാം. സിമ്മാക്കി വെച്ചിട്ടാട്ടോ ഞാൻ ഇളക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ടേ.
ഒന്ന് ഒന്ന് എന്താ പറയുക വിരകി റെഡിയാവട്ടെ. ഞങ്ങൾ അങ്ങനെയാണ് പറയുക കേട്ടോ. വിരകിയിട്ട് ഒന്ന് ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. ഇനി അങ്ങനെയായിട്ട് കാണിച്ചു തരേ. അപ്പോൾ നമ്മുടെ കൊണ്ടുള്ള ഉപ്പുമാവ് അടിപൊളിയാട്ടോ. ഇത് വിചാരിക്കൂ, ഇത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം, ഉണ്ടാക്കാത്ത ആൾക്കാർ വിചാരിക്കും അയ്യേന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിൽ തേങ്ങ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് നല്ല നമ്മളെ ചട്നി ഇല്ലേ, പച്ചമുളകൊക്കെ അരച്ചിട്ട് കടുകൊക്കെ വറവിട്ട് വരുന്ന ഒരു നല്ല ചട്നി, അതും ഇതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം ഞാനിത് കഴിച്ചു നോക്കട്ടെ. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലുവ മുറിക്കുന്ന പോലെ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും വിശക്കുന്നുണ്ട്, കൊതി, ഭയങ്കര കൊതി. അതുകൊണ്ട് ഞാൻ ഇത് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കണ്ടോളൂ, ഞാൻ കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. കൊതിയാവുണ്ടോ? നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാട്ടോ. പക്ഷെ നല്ല ചൂടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ഇപ്പം തന്നെ ഞാൻ കഴിച്ച് തീർക്കും, അത്ര ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. ഇനി ഇങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല.